ഗൈസ് അങ്ങനെ ചടപടയുള്ള പരിപാടിയിൽ ഇതാണ് നമ്മളിപ്പോൾ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നോക്കി. ഞാൻ രണ്ട് മച്ചന്മാർ ഇവർ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വിചാരിച്ച് ഇവരപ്പോൾ നേരെ കയറി ഇവിടുന്ന് ഇവരെ കൂടെ വെസ്റ്റ് ബംഗാളിലേക്ക് പോകാം. ഇവരെ കൂടെ നേരെ ഇവർ പോകുന്ന ട്രെയിനിൽ കയറി ഗുവാഹട്ടിയിലേക്ക് പോകും. എന്നിട്ട് വേണം ഒന്ന് ഷില്ലോങ്ങിലേക്ക് ധരിക്കാൻ. നീ ഫുൾ എക്സ്പ്ലോർ മേഘാലയ പരിപാടി. അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം പൂട്ടി വെച്ചിട്ടാണല്ലോ വീലത്തെ ഇവർക്ക് പോകണ്ടേ. ഇതേവരെ ട്രെയിൻ ദിബ്രുഗഡ് ഹൗറ എക്സ്പ്രസ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവരെ സീറ്റിൻ്റെ അടുക്ക ബാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എനിക്ക് എവിടെയെങ്കിലും ജനറലായിട്ട് ഇരുന്നിട്ട് പോയാൽ മതിയല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഇത് കയറുന്നത്. അറിയില്ല ഇനി TTR സീനാക്കോ ഇല്ല എന്നറിയില്ല. സമയം 3:30 മണിയായിപ്പോൾ. നമ്മളെ ബാഗെല്ലാം ഇടുകൊണ്ട് വെച്ചിട്ട് കയറുന്ന എല്ലാം അറിയില്ലെന്ന് പുറത്തേക്ക് നിൽക്കാം. TTR വന്നിട്ട് ഒരുപാടായിരിക്കും അതിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗുവാഹട്ടിയിലെത്തിയിട്ടുണ്ട്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഇനി ഇവിടുന്ന് എന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് ഷില്ലോങ്ങിലേക്കുള്ള ഷെയർ ടാക്സി പിടിക്കണം. ഫസ്റ്റ് ബസ്സൊന്നും ഇല്ലാന്നാണ്, അതിനെപ്പറ്റി അന്വേഷിച്ചു. ബസ്സില്ലെങ്കിൽ നേരെ ഒരു ഷെയർ ടാക്സി പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഷില്ലോങ്ങിലേക്ക് വെക്കണം. ഇവിടെ അടുത്തൊരു ബസാർ, പൽട്ടാൻ ബസാർ, ഇവിടെ നിന്നാണ് ഷെയർ ടാക്സി കിട്ടുക. പൽട്ടാൻ ബസാറിലേക്ക് ഉള്ള വയ്യാന്നില്ല. അപ്പം പോയി നോക്കട്ടെ അവസ്ഥ അവിടുത്തെ കാര്യങ്ങളാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നേരെ റൈറ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയോ ഷെയർ ചെയ്തിട്ട് പോകുന്ന സുമോ കിട്ടുമെന്നാണ്. ബസ്സില്ല. അപ്പം സുമോ ഇവിടുന്ന് എവിടുന്നോ കിട്ടുമെന്നാണ്. സുമോക്ക് ഞങ്ങൾക്ക് വന്ന് കുറച്ചും കൂടി പൈസ കുറവായിരിക്കും. നമ്മളിങ്ങനെ സുമോ നോക്കിയിട്ട് വന്നു. ഇവിടെ എവിടെയോ സുമോ സ്റ്റാൻഡ് ഉണ്ട്. കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്തിട്ട് പോകുന്നത്. മറ്റേതിന് കുറച്ച് എക്സ്പെൻസീവ് 500 രൂപ പറയുന്നുണ്ട്. പിന്നെ എത്ര രൂപയാണെല്ലാം നോക്കിയിട്ടുണ്ട്. സുമോ വർക്കുകളുണ്ട്. പോയി നോക്കുന്നുണ്ട് അവസ്ഥ. ഞാൻ പോകുന്നുണ്ട് സുമോ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമുക്ക് ടാക്സി കിട്ടിയിട്ടുണ്ട്. അയ്യോ എറിയലല്ല തോന്നുന്നു കേട്ടോ. ടാക്സി കിട്ടിയിട്ടുണ്ട്. ഈ ടാക്സിക്ക് നമുക്കിപ്പോൾ ആയത് 300 രൂപ. മറ്റേത് കാറാണ്, സ്വിഫ്റ്റ് അതെല്ലാം പോലത്തെ. അതിന് കുറച്ച് എക്സ്പെൻസ് വരും. അതിനിപ്പോൾ എത്ര വരുന്നതെന്ന് വെച്ചെങ്കിൽ 500 രൂപ. ഇതിന് 300 രൂപ. എല്ലാം ഷില്ലോങ്ങിലേക്ക് പോകുന്നതന്നെ. നമ്മൾ ബാഗെല്ലാം എടുത്തിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മച്ചാൻ. ആ ഗാഡി കബി നിക്കലേക്കാ. ഇതിൻ്റെ എന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ ആൾ വന്നിട്ട് ചോദിച്ചിട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് പൈസ കുറവുള്ളതുകൊണ്ട് സമയം എടുക്കും പോകാൻ. മറ്റേതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് തന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഷില്ലോങ് എന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അവരൊപ്പരം പോകുന്ന അവരിങ്ങനെ വിളിച്ച് കയറ്റി കൊണ്ടുവന്നതുകൊണ്ട് അതിന് വേം ഫുള്ളാവും. ഇപ്പം കുറച്ച് വെയിറ്റ് ചെയ്തതിനൊന്നും സീനില്ല. പിന്നെ നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ബഡ്ജറ്റ് നോക്കുന്ന ആൾക്ക് ഇതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. 300 രൂപ, മറ്റേത് 500 രൂപ, 200 രൂപ നമുക്ക് വെറുതെ സേവ് ചെയ്യാമല്ലോ. അപ്പം ഇതിന് എപ്പോൾ എടുക്കാന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. അങ്ങനെ നമ്മളെ വണ്ടി നൈസായിട്ട് മാറിയിട്ടുണ്ട്. അല്ല ഇത് വീണ് പോവാ. ഭയ अच्छा से अच्छा से बंद हो भाई. इसमें महंगा वाला सामान है. समझा? केरला में आया. भाई ओ अच्छा से बंद हो बोलो. ഞാൻ മറ്റേ വണ്ടി കയറിയത് നോക്കുമ്പോൾ എനിക്ക് 10 ആളെ കിട്ടിയോണ്ട് എന്നോട് പറഞ്ഞു ഇനി വേറെ വണ്ടി പോകണം. ഞാൻ പോകില്ലാന്ന് തന്നെ പറഞ്ഞു. വേറെ വണ്ടി റെഡി ആക്കി തന്നതാണ്. ഞാൻ പോകില്ലാന്ന് ചൊറയാക്കി. അങ്ങനെ വേറൊരു പോകുന്ന വണ്ടി തിരിച്ചിട്ട് പറഞ്ഞാൽ നമ്മളെ വണ്ടി കയറിക്കോ. അങ്ങനെ നൈസായിട്ട് ചാമാൻ നോക്കും. ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന വഴി. ഇവിടുന്ന് നൈസായിട്ട് ഈ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഷെയർ ടാക്സി കിട്ടും. അല്ലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന വഴിക്ക് എല്ലാവരും ചില്ലോന്ന് വെച്ചിട്ട് വരുന്നുണ്ട് വയ്ക്കും. അപ്പോൾ അവിടെ പോയിക്കാനുള്ള ഇടങ്ങാറെന്ന് വെച്ചെങ്കിൽ ഇടങ്ങാറൊന്നുമില്ല. ചെറിയ വണ്ടിയിൽ 500 രൂപ കൊടുത്തതിനെ കാറ് പോകാൻ പറ്റും. 300 രൂപ കൊടുത്തിട്ടെങ്കിൽ നമുക്ക് സുമോയിൽ പോകാൻ പറ്റും. യുവർ ചോയ്സ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബഡ്ജറ്റ് ട്രാവലർ എന്നുള്ള രീതിയിൽ ഞാനെപ്പോഴും ഇതിലേക്ക് 200 രൂപ അല്ലേ വെറുതെ നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ പോകുന്നത്. കംഫർട്ട് ഇതിലൊരു 10 ആൾ പോകും സുമോയിൽ, അതിലൊരു 5 ആൾക്കാർ പോകും. അതിലേക്ക് വരുന്നൊരു ഡിഫറൻസ് ഇങ്ങനെ ഉണ്ടാവും വണ്ടി.
ഷിലോങ് ഷിലോങ് അങ്ങനെ ഇവൻ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മളെ ഡാൽദിയ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മളെ 10 ആളൊന്നും കാത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ടോട്ടൽ 5 ആൾക്കാരുള്ള 5 ആൾക്കാരെ വെച്ചിട്ടാണ് പോകുന്നത്. 300 റുപ്യ തന്നെ വാങ്ങി, കൂടുതലൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ നോക്കി ഇതിന് എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്. 1500 റുപ്യ കേട്ടോ എന്നുള്ളൂ. ഇതൊരു എനിക്ക് നല്ല കിട്ടലോ. മറ്റേതിനെക്കാട്ടും എനിക്കിവിടെ സ്ലീപ്പർ കോച്ച് കിട്ടി. ഇവിടെ കടന്നിട്ട് ഞാൻ പോകും. അങ്ങനെ തവണ നമ്മൾ ഫൈനൽ എത്തി. മേഘാലയയുടെ മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഉള്ളത് ഷില്ലോങ്ങിലാണ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് നേരെന്ന് വെച്ചെങ്കിൽ ഇവിടെ നേരെ ഹോസ്റ്റലിലേക്ക് പോകണം. ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, യൂത്ത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല ചീപ്പ് പ്രൈസിൽ റൂമും കാര്യങ്ങളെല്ലാം കിട്ടും, ഗവൺമെൻറ്റിൻ്റെ എന്തോ സംഭവം. അപ്പോൾ അവിടെ പോയിട്ട് റൂം എടുത്തിട്ട് വേണോ എന്തെങ്കിലും പരിപാടി നോക്കാൻ. അപ്പോൾ ഇതിലൂടെയാണ് പോകുന്നത്. നമ്മൾ ആടെ എവിടെയോ ടാക്സി ഇറക്കി വിട്ടേ. അപ്പോൾ ഈ ഇവിടുന്ന് മാപ്പ് ഇട്ടുതരോ. ഏകദേശം ഒരു 600-700 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് യൂത്ത് ഹോസ്റ്റലിലേക്ക്. പോയിട്ട് നോക്കട്ടെ. ഞാൻ ഷില്ലോങ് നഗര കാഴ്ചകളങ്ങളിൽ കാണുന്നത്. യൂത്ത് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ തന്നെ. ചെറിയ പൈസക്ക് സ്റ്റേ ഉള്ള എനിക്കൊന്ന് എനിക്ക് കേട്ടൊരറിവ് വെച്ചിട്ട് 270 റുപ്യാണ് അവിടെ സ്റ്റേക്ക്. അപ്പം പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കാർഡെല്ലാം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ മെയിൻ ഷില്ലോങ് ടൗണിൽ തന്നെയാണ് അത് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് അവിടെ സ്റ്റേ എടുത്തിനെങ്കിൽ എന്തുകൊണ്ടും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിലൂടെ പോകണ്ട കേട്ടോ യൂത്ത് ഹോസ്റ്റലിലും. ഈ ലൊക്കേഷൻ മനസ്സിലാക്കി വെച്ചോ. ഇപ്പോൾ നിങ്ങൾക്ക് അത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ സീൻ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ലൈക്ക് നാട്ടിലത്തെ പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ പോലെ നമുക്കൊരു സ്പോട്ടിൽ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ് പരിപാടിയൊന്നുമില്ല. നമ്മൾ സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ട് അങ്ങനെ കറങ്ങണം. അപ്പോൾ ഒറ്റക്കലാണെങ്കിലും അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് കുറച്ചൊരു മുഷ്കിലായിരിക്കും. നോക്കട്ടെ, ഇത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. വെൽക്കം ടു യൂത്ത് ഹോസ്റ്റൽ ഷില്ലോങ് മേഘാലയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇത് BSNLൻ്റെ ഓഫീസാണ്. അതിൻ്റെ എല്ലാം നേരെ ഒരു സൈഡിലായിട്ട് പോകട്ടെ. സ്റ്റേ കിട്ടിനെങ്കിൽ നല്ല സ്റ്റേ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ബുക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. നമ്മൾ ആദ്യം ഇങ്ങ് വന്നിട്ട് അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് മാത്രമേ സ്റ്റേ കിട്ടൂ എന്നല്ല പറഞ്ഞത്. ഇതാണ് സംഭവം കേട്ടോ യൂത്ത് ഹോസ്റ്റൽ. നമസ്തേ, ഇത് സ്റ്റേ അവൈലബിൾ ഫുൾ? ഫുൾ ഭാഗ്യമില്ല, ഇവിടെ ഫുള്ളാണ്. ഫുള്ള് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഫുള്ളായതല്ല. ഇവിടെ എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തെല്ലോ പരിപാടി നടക്കുന്നതുകൊണ്ട് 25-ാം തീയതി, ഇന്ന് 25-ാം തീയതിയാണ്, 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഫുള്ള് ബുക്ക്ഡാന്ന് പറഞ്ഞത്. അതായത് ഇനി ഇവിടുന്ന് വേറെ എന്തെങ്കിലും ചെയ്യണം. കഷ്ടപ്പായി അത് ചെയ്ത സ്റ്റേ ചെയ്യാം. കറക്റ്റ് ടൈമിൽ ഒത്തുണ്ട്. എന്നാലും ഈ പരിപാടി നടക്കുന്നില്ലെങ്കിൽ സ്റ്റേ കിട്ടുമെന്ന് നോക്കാം. അവന് വേറൊരു സ്പോട്ടെല്ലാം സജസ്റ്റ് ചെയ്ത് തന്നെ നോക്കട്ടെ. അദ്ദേഹം വേറൊരു ഹോസ്റ്റൽ കമ്പനി നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ബൈക്കിൽ വിറ്റടിച്ചിട്ട് പോകണം. നമ്മൾ മനസ്സിലാവില്ല ഹോസ്റ്റൽ വേറെ ഹോസ്റ്റൽ കമ്പനി പോയതാണ്. ഇപ്പോൾ 4-5 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഇവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കേണ്ട അവസ്ഥ നന്നായി ജാമ്യമുണ്ട് കേട്ടോ. നന്നായി സംഭവം ലിഫ്റ്റ് തന്നെയല്ല, ഇവിടെ ടാക്സി ഓടുന്നു. അതുകൊണ്ട് ചില ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 100 റുപ്യ ആവും എന്ന് പറഞ്ഞു. പറയുന്നത് ഇവന് ടാക്സി ഓടുന്നുണ്ട്, റാപ്പിഡോ. ഞാൻ വെച്ച് ലിഫ്റ്റ് തന്നെ അങ്ങനെ പോകാൻ ചെയ്തു. 6 കിലോമീറ്റർ ആകെ സീനായി. നമ്മൾ നോക്കുമ്പോൾ വൈകിട്ട് പോയി. നമ്മൾ പിന്നെ വേറെ എത്തിയാലോ ഇവിടെ മാപ്പിൽ വെച്ചിട്ട് വന്നിരും. നോക്കുമ്പോൾ കറങ്ങി തിരിഞ്ഞിട്ട് വന്നിട്ട് എത്തിയ വീടാണ്. ഇത് നോക്കുമ്പോൾ തിരിഞ്ഞ് 6 കിലോമീറ്റർ നടക്കും. ചങ്ങായിനോട് പറഞ്ഞ് ചങ്ങായാണെങ്കിൽ പാവം ചങ്ങായി ലാസ്റ്റ് ഇപ്പോൾ പോകാനെല്ലാം പറഞ്ഞിട്ട് 200 റുപ്യ കൊടുക്കാൻ പറഞ്ഞു. ഒരു 4 കിലോമീറ്റർ എങ്കിലും ഇല്ല, 4 പോലും 5 കിലോമീറ്റർ എങ്കിലും നമ്മളിങ്ങനെ കറങ്ങിയിട്ടുണ്ടാവും. കറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്ന് എവിടെയാണോ ഫസ്റ്റ് നിന്ന യൂത്ത് ഹോസ്റ്റൽ. പിന്നെയുണ്ട് ഇപ്പോൾ പോകുന്നു വേറെ ഹോസ്റ്റലിൽ.
അപ്പോൾ വീടിന് ഏകദേശം ഇനി 6 കിലോമീറ്റർ. ചങ്ങായി ഏകദേശം 10 കിലോമീറ്ററോളം ഓടി. അവൻ പറഞ്ഞ് 200 റുപ്യ വേണം, എന്നാലേ എനിക്ക് ഇറക്കി തരുന്നു. എല്ലാം കൂടി 200 റുപ്യ. ഞാൻ പറഞ്ഞാൽ ഓക്കെ തോന്നും. പാവം തോന്നിപ്പോയി. ഞങ്ങൾക്കും പറ്റി ഓനിക്കും തെറ്റി പറ്റി. എന്താ ചെയ്യുക, ഇതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കഥ. അവിടെ വന്ന മുതൽ ഫുൾ കിത്ത കിറ്റ് നമ്മളെ മച്ചാന്റെ പേര് കിറ്റ് എന്നാ. കിച്ച് മച്ചാന്റെ കൂടെ നമ്മള് പോകുന്നു. ഫുള്ള് ഊമ്പി തെറ്റിട്ടാണ് ഇട. എന്നിട്ട് പാവം എന്റെ പേര് തന്നെ വരാന്ന് പറഞ്ഞു. എന്റെ തായലോട്ട് നമ്മൾ പറയും പോയെ. अभी जानता है, अभी गया उधर से नीचे ना. हाँ उधर से गया, फिर वापस इधर आया. तो हम बोला ना एक ही रास्ता में जाएगा. क्योंकि अब ये जगह भी इतना अच्छा नहीं पता तो. हाँ क्या इधर കലമ്പൊന്നില്ല കേട്ടോ. അവര് ചങ്കടം എന്തിനാണ് ഇങ്ങനെ ചെയ്ത് ചിന്തിച്ചിട്ട് കൊണ്ടാത് അങ്ങനെ ഇങ്ങനെയാണ്. എന്നിട്ടും പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ 50 റുപ്യ വന്നിട്ട് ഒഴിവാക്കിയേക്കാം. എന്നാ എനിക്ക് വേറെ വണ്ടി ബുക്ക് ചെയ്യും. പിന്നെ ഞാൻ പോയി അതിന്റെ കാര്യം വാങ്ങി ചാരില്ല പോട്ടെ, ഇവരുടെ ഒപ്പം തന്നെ അങ്ങ് പോവാം. बहुत चार्ज करेगा आपको. ऐसा सोचो. ഞാൻ ഭയങ്കര ഭാഗ്യവാന്മാനാണ് പറയും. ഇങ്ങനെ കിട്ടിയോണ്ട്. വേറെ ആരെങ്കിലാണെങ്കിൽ എന്നോട് ഭയങ്കര പൈസ. ये सरप्राइज है, बहुत कम बोलता है आपको. लेकिन इतना हम आपको कम बोलता है, लेकिन आप इतना भी कम तो कर दो. लॉस है ना. പറയാം. ബാഗിന്റെ വെയിറ്റ് ഇല്ലേ, ഇങ്ങനെ ബാഗ് ഇങ്ങനെ വീഴുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ പോവും ബാഗില്. എന്നിട്ട് അതുകൊണ്ടാണ് എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പോവാന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങക്ക്. ഞാനിങ്ങനെ ഒരു ഇറക്കണ്ട ദൂരെ ഇരുന്നിട്ടുള്ള ഏതെങ്കിലും അങ്ങോട്ടേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും ഇടേപ്പോലെ പോവും. അതിനൊക്കെ കാണാൻ പറ്റും വേണമെങ്കിൽ മിക്കവാറും എന്നുള്ളൊരു മൊമെന്റ് കാണാൻ വേണ്ടി പറ്റും. ഈ ഞാനിപ്പോ പറഞ്ഞതിന്റെ സ്ഥലത്തിന്റെ പേര് ഇപ്പം പറഞ്ഞോളൂ, എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഏടി എത്താന്നുള്ളപ്പോ അനക്കൊന്നും തിരിയുന്നില്ല പോലെ. ഇവിടെ അടുത്തേക്കല്ലോ എന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഹോസ്റ്റലിൽ എൻ്റെ പോലെ താഴ്ന്ന കോളിൽ കയറി വരാനുണ്ട്. നമ്മൾ പാറ ഓടുമ്പോഴാണ് വന്നേ. ആ മച്ചാനുണ്ട് ഇവിടെ ഇറക്കിയിട്ട്. അവി ടീക്കേ അല്ല ചങ്ങായി ഒരു റൈഡ് പോയി ഒന്നിന്റെ ക്ഷീണമുള്ള. हाँ अभी अच्छा से मिल गया. अगर पहले बता देता ना हमको क्या क्या नाम है जगह जो हम पहले से जानता है. लेकिन अब तो खाली ये रास्ता जाओ क्या क्या कहाँ घूम के आया हमको मेरे को मालूम नहीं है. इसलिए तो हम लॉस हो गया ना. मैं बोला ना जियोन हॉस्टल. नहीं इस हॉस्टल तो का पता तो नाम नहीं जानता ना, खाली ये जगह. हाँ जगह का नाम मालूम नहीं. मैं पहली बार आया ना.